ഒറ്റപ്പാലം നഗരസഭയിലെ വരോട് പ്രദേശത്ത് രണ്ടിടങ്ങളിലായി വ്യാപകമായി ബാത്റൂം മാലിന്യം തള്ളി. വരോട് ചുനങ്ങാട് റോഡിലെ കൃഷിയിടത്തിലും വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള പാടശേഖരത്തിലുമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. മാലിന്യം തള്ളിയതെന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ CCTV ദൃശ്യം മലബാർ ന്യൂസിന് ലഭിച്ചു. തണ്ട റോഡ് ഭാഗത്തെ പാടശേഖരത്തിൽ ഇത് 4ാം തവണയാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ പ്രദേശത്ത് അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് വിവരം പുറത്തറിയുന്നത്. മാലിന്യം തള്ളിയ സ്ഥലത്തിന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് 8ഓളം വീടുകളിലെ കിണറുകൾ സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കിണറുകളിലെ വെള്ളം മലിനമാകുമോ എന്ന വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. കൂടാതെ പാടത്ത് മാലിന്യം പടർന്നതോടെ കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ ഉടൻ പിടികൂടണമെന്ന് വാർഡ് കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് ആവശ്യപ്പെട്ടു. കൃത്യമായ ഇടവേളകളിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിരന്തരമായി ജനങ്ങളുടെ ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് 2-3 ടാങ്കറോളം വരുന്ന വലിയ രീതിയിലുള്ള നിക്ഷേപം മാലിന്യം ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. 3 മണി തൊട്ട് ഇന്നലെ പരിസരവാസികൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ദുർഗന്ധം മറ്റും കാരണം കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ പുലർച്ചെ ഞങ്ങൾ വന്ന് പരിശോധിച്ച് ബന്ധപ്പെട്ട അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മുന്നേയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത് വേണ്ടത്ര രീതിയിലുള്ള ഗൗരവത്തിലുള്ളൊരു നടപടി ഉണ്ടാവാത്തതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പോലെയുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പകർച്ചവ്യാധി നിലകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്വത്തിലുള്ള കാര്യക്ഷമതയോടെയുള്ള ഒരു നടപടി ഉണ്ടാവണം. ആരാണോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊടുന്ന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടുന്ന നടപടിയാണ് വേണ്ടത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇന്ന് തന്നെ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടപടി ഇല്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നത്. സമാനമായ സംഭവം മുൻപും ഉണ്ടായപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ ഹമീദ് പരാതിപ്പെട്ടു. ഇതിന് മുന്നും 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവരെ എല്ലാവരെയും അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. പക്ഷേ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും വീണ്ടും ഇന്നലെ 2 മണിക്ക് ശേഷം ഈ പരിസരം കംപ്ലീറ്റ് ദുർഗന്ധം, ഒരു 100-150 മീറ്ററോളം കംപ്ലീറ്റ് ദുർഗന്ധമായി. അപ്പോഴാണ് എണീറ്റ് നോക്കിയത് എല്ലാവരും. അപ്പോഴാണ് ഇതിങ്ങനെ കണ്ട് ഒഴിച്ചു പോയത് കണ്ടത്. ഇതിവിടെ അടുത്താണെങ്കിൽ 100 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 8ഓളം കിണറുകളുണ്ട്. ഈ 8ഓളം കിണറുകളിൽ നിന്നൊരു 150 വീടിലധികം വെള്ളം ഉപയോഗിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ഇല്ലെങ്കിലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വരാറില്ല. ഈ വെള്ളം നാശമായാൽ ഞങ്ങളെല്ലാവരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അതുപോലെ മഞ്ഞപ്പിത്തങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇതൊക്കെ അറിയിപ്പിച്ചിട്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. ഇതിനു മുതലെങ്കിലും ശക്തമായൊരു നടപടി ഇതിനു വേണ്ടി ഉണ്ടാകണം എന്നാണ് കൂടുതൽ നാട്ടുകാർക്ക് പറയാനുള്ളത്. നഗരസഭ ഹെൽത്ത് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.